ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ എല്ലാ ഉദ്യോഗങ്ങൾക്കും വിട നൽകിക്കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ രേണു സുധി എന്ന് പറയുന്ന ആ ഒരു പ്രമുഖ നടി ബിഗ് ബോസ് മലയാളം സീസൺ 7 കാലെടുത്ത് വെച്ചിരിക്കുന്നു. ബിഗ് ബോസിൽ മത്സരിക്കില്ല, ബിഗ് ബോസിൽ നിന്നും പുറത്താക്കി, ധാരാളം കേസുകളുണ്ട്, അതുകൊണ്ട് രേണു സുധിയെ ബിഗ് ബോസിൽ എടുക്കില്ല എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് രേണു സുധി എയർപോർട്ടിലേക്ക് നടന്നെടുത്തിരിക്കുന്നു. ഓഗസ്റ്റ് 3 നമ്മൾ കാണാൻ പോകുന്നത് ബിഗ് ബോസിലേക്ക് ലാലേട്ടന്റെ കൂടെ കാലെടുത്ത് വെക്കുന്ന രേണു സുധി എന്ന് പറയുന്ന ആ ഒരു പ്രമുഖ നർത്തകിയും മോഡലുമായ നടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു അവസരം രേണു സുധിയെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് വിനിയോഗിക്കാം. സോ എങ്ങനെയാണ് രേണു സുധി ബിഗ് ബോസിലോട്ട് എത്തിയത്? ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു വലിയ കടമ്പ രേണു സുധി എന്ന് പറയുന്ന ഈ പ്രമുഖ നടി കടന്നത് എങ്ങനെയാണ്? അതിലേക്ക് വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് രേണു സുധിയെ ഇതിലേക്ക് എത്തിച്ചത് ആരൊക്കെയായിരുന്നു, ആ പ്രമുഖ വ്യക്തികൾ ആരൊക്കെയായിരുന്നു എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഫിറോസ് വന്ന് ബുൾഡോസർ കൊണ്ടുവന്ന് ഈ വീട് ഇടിച്ച് തകർത്ത് പഴയ വരെ നിരത്ത് വന്നു. തങ്കപ്പൻ ചേട്ടന്റെ ആ ഒരു ശക്തമായ ഇടപെടൽ തന്നെയാണ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇത്രയും അധികം ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ രേണു സുധിക്ക് സാധിച്ചത്. ഇതിൽ വലിയൊരു റോള് നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ നടത്തിയെന്ന് തന്നെ പറയാം. തങ്കപ്പൻ ചേട്ടൻ മാത്രമല്ല, ഈ പറഞ്ഞ ഫിറോസ് ഉൾപ്പെടെയുള്ള ആളുകൾ, മറുനാടൻ മലയാളി തുടങ്ങിയ ആളുകളൊക്കെ, അതുപോലെ തന്നെ നമ്മുടെ വ്ളോഗർമാര്, യൂട്യൂബ് വ്ളോഗർമാര്, അതിൽ തുടങ്ങി അങ്ങോട്ട് അതുൽ ബിബി ഹിയർ, രാജ് ടോക്സ്, അവരാണ് ഇതിന്റെ ഒരു കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് രേണു സുധിയുടെ. അവർ തുടങ്ങി അങ്ങോട്ട് എല്ലാ ആളുകൾ ഈ ഒരു പ്രക്രിയയിലേക്ക് സംഭാവന നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ഒരു ശ്രമത്തിന്റെ ഫലമായി രേണു സുധി എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ നടി ബിഗ് ബോസിന്റെ പടിവാതിലിൽ എത്തിയിരിക്കുന്നു. ഇവിടെ രേണു സുധിക്ക് ഈ ബിഗ് ബോസിൽ ശക്തരായ എതിരാളിയാവാൻ സാധ്യതയുള്ളത് ആരായിരിക്കാം? അതെ, ആദില നൂറ എന്ന് പറയുന്ന ലെസ്ബിയൻ ദമ്പതികൾ തീർച്ചയായും രേണു സുധിക്ക് ഒരു എതിരാളികളായേക്കാൻ. രേണു സുധിയെ വലിയ രീതിയിൽ ഇവർ ചില അവസരങ്ങളിൽ മുൻപും റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിനുള്ളിലും വലിയ രീതിയിലുള്ള എതിരാളിയായി മാറിയേക്കാം. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ലെസ്ബിയൻ ദമ്പതികളെ വലിയ രീതിയിൽ നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിൽ സപ്പോർട്ട് കിട്ടാറില്ല. അത്തരം ആളുകൾക്ക്, പെണ്ണും അല്ലെങ്കിൽ ആണും ആ ഒരു പ്രക്രിയക്ക് മലയാളം ബിഗ് ബോസിൽ വലിയ പ്രാധാന്യമില്ല. അവരെയൊക്കെ അടിച്ച് തോട്ടിൽ കളയുകയാണ് പൊതുവെ മലയാളികൾ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഇവിടെ രേണു സുധിക്ക് കുറച്ചൊരു മേൽക്കോയ്മ ഈ ഒരു വിഷയത്തിൽ എതിരാളികൾ ഇവർ ആണെങ്കിൽ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ രേണു സുധി ബിഗ് ബോസിൽ പോയതിൽ ഏറ്റവും അധികം വേദനിക്കുന്ന, ഈ ഒരു വിഷയത്തിൽ ഏറ്റവും അധികം സംഭാവന ചെയ്ത മറ്റൊരു വ്യക്തിത്വമുണ്ട്. അദ്ദേഹത്തെ നമുക്കൊന്ന് കാണാം. രേണു സുധിക്ക് ബിഗ് ബോസിൽ കിട്ടാൻ ഈ ഒരു മഹാന്റെ സംഭാവന ചെറുതല്ല. രേണു സുധിക്ക് ഒരു ലവ് ട്രാക്ക് എടുക്കാൻ സാധിക്കും, ഒരു ലവ് കോംബോ ചെയ്യാൻ കഴിവുണ്ട് എന്നുള്ളത് ഏറെക്കുറെ ജനങ്ങളിലേക്ക് എത്തിച്ചത് ഈ ഒരു മഹാൻ തന്നെയായിരുന്നു. പ്രതീഷ് എന്ന് പറയുന്ന ഈ ഒരു പഹയൻ ഏറെ വേദനിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ ഈ ഒരു പഹയൻ ഏറെ വേദനിക്കുന്നുണ്ടാവും. രേണു സുധി ബിഗ് ബോസിൽ പോകുന്ന ആ ഒരു വിടവ് എങ്ങനെ നികത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഇനി രേണു സുധിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ മേഖലയിലായിരിക്കും രേണു സുധി ശ്രദ്ധിക്കപ്പെടുക? തീർച്ചയായും ലവ് കോംബോ അത്യാവശ്യമാണ്. രേണു സുധിയെ പോലുള്ള ഒരു പ്രമുഖ നടി, നിരന്തരമായി ലവ് കോംബോ അഭിനയിക്കുന്ന നടിക്ക് ഒരു ലവ് കോംബോ അവിടെ വേണം. അതിനെ പറ്റി ആരെയാണ് ബിഗ് ബോസ് ഒരുക്കിയിരിക്കുന്നത്? സാധ്യതകൾ വിരൽ ചൂണ്ടുന്നത് ആരെയാണ്? അത് നമുക്കൊന്ന് നോക്കാം. അതെ, ജിഷിൻ മോഹൻ എന്ന് പറയുന്ന ഈ ഒരു പഹയൻ ഓൾറെഡി ഒരു നടിയെ കല്യാണം കഴിച്ചതാണ്. അതിനുശേഷം അദ്ദേഹം മറ്റൊരു നടിയെ കല്യാണം കഴിച്ചു. രേണു സുധിയെ പോലെ തന്നെ കല്യാണം ഒരു ഹോബിയാക്കി മാറ്റിയ ഒരു പഹയനാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ലവ് കോംബോ ഇവർ തങ്ങളിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. സോ തീർച്ചയായും ജിഷിൻ മോഹൻ അല്ലെങ്കിൽ രേണു സുധി ചേച്ചിയുമായുള്ള ഒരു ലവ് കോംബോ. അവനും താടിയുണ്ട്, താടിയുള്ള ആൾക്കാരെ വലിയ ഇഷ്ടമുള്ള ആളാണ് രേണു സുധി. അതുകൊണ്ട് തന്നെ ഇവർ തങ്ങളിൽ ഒരു വലിയ കോംബോ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അതുപോലെ തന്നെ രേണു സുധിക്ക് വലിയൊരു ബാക്ക് ബോണായി, വലിയ സപ്പോർട്ടായി മറ്റൊരാൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു ബിഗ് ബോസിൽ. അത് മറ്റാരുമല്ല, രേണു സുധിയെ അന്നും ഇന്നും ഒരുപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന
നമ്മുടെ ശാരിക എന്ന് പറയുന്ന ആ ഒരു ഇന്റർവ്യൂവർ. നല്ല ആരോഗ്യസ്ഥിതിയൊക്കെ ഉള്ള ഒരാളാണ്. ഒരാൾ തല്ലാൻ വന്നാൽ പോലും 2 എണ്ണം കൊടുക്കാനുള്ള ശേഷിയുണ്ട്. നാവിനാണെങ്കിൽ 2.5 കിലോമീറ്റർ നീളമുണ്ട്. അതുകൊണ്ട് തന്നെ രേണുസുതിക്ക് വലിയൊരു സപ്പോർട്ട് ഈ ഒരു ഇന്റർവ്യൂവറിന്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. രേണുസുതിയെ പറ്റി പറയുകയാണെങ്കിൽ ബിഗ് ബോസിന് വേണ്ട എല്ലാ ഇമോഷൻസും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള വ്യക്തി. ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ് മറുനാടൻ മലയാളി എന്ന് പറയുന്ന വ്യക്തിയെ പോലും പഞ്ഞിക്കിടുന്ന ഒരു കാഴ്ച. അതായത് തനിക്ക് മതിൽ കെട്ടിത്തന്ന ഒരു വ്യക്തിയായിട്ട് കൂടി അദ്ദേഹത്തെ പച്ചയ്ക്ക് പഞ്ഞിക്കിട്ട ആ ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ തീർച്ചയായും അത്തരം അഗ്രഷൻ തന്നെയായിരിക്കാം രേണുസുതിയെ ബിഗ് ബോസിലോട്ട് സെലക്ട് ചെയ്യാനുള്ള പ്രധാന കാരണം. അതുപോലെ തന്നെ രേണുസുതിയുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന 2-3 ക്ലിപ്പിങ്ങുകൾ നമുക്കൊന്ന് കാണാം. എന്തുകൊണ്ടും താൻ ബിഗ് ബോസിൽ ആപ്റ്റാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള ക്ലിപ്പുകളാണ്. അതൊക്കെ ഒന്ന് കാണാം. നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ റൈസ് മാത്രം. ലിവിംഗ് ടുഗദർ, മാരേജ്, ലിവിംഗ് ടുഗദർ, ലിവിംഗ് ടുഗദർ, ലിവിംഗ് ടുഗദർ. ഒരുപക്ഷെ കഴിഞ്ഞ സീസണിൽ തുടക്കത്തിൽ നമ്മൾ കണ്ടത് ഏറ്റവും അധികം റേറ്റിംഗിലേക്ക് കൊണ്ടുപോയത് കപ്രി എന്ന് പറയുന്ന കാമക്കടുവയായി മാറിയ ഒരു യുവാവ് മറ്റൊരു സഹ മത്സരാർത്ഥിയായ ജാസ്മിനോട് നടത്തിയ ചില പ്രണയ സല്ലാപങ്ങളായിരുന്നുവെങ്കിൽ ഇത്തവണ തീർച്ചയായും ഒരുപക്ഷെ ഏറ്റവും അധികം ചർച്ചയാവാൻ പോകുന്നത് രേണുസുതിയുടെ ഒരു ലവ് കോംബോ തന്നെയായിരിക്കാം. എന്നാൽ അതിനെ മറികടക്കുന്ന രീതിയിൽ പെണ്ണും തമ്മിലുള്ള ഒരു മികച്ച പ്രകടനം ആദിലയും നൂറയും നടത്തുമോ? അതിനെ ജനങ്ങൾ സ്വീകരിക്കുമോ? കാത്തിരുന്ന് കാണാം. ഇനിമേ 100% രേണുസുതി എന്ന് പറയുന്ന ഈ പ്രമുഖ നടി ബിഗ് ബോസിൽ സെലക്ടായി. ലാലേട്ടനോടൊപ്പം രേണുസുതി അല്ലെങ്കിൽ രേഷ്മ തങ്കച്ചൻ ബിഗ് ബോസിനകത്തേക്ക് കയറുന്നത് 3-ാം തീയതി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.